ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് സംഭവവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ MLA H. സലാം പ്രതികരിച്ചിട്ടുണ്ട്. ഉത്തരവാദികൾക്ക് അതൊന്ന് നമുക്ക് നോക്കാം. കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ MLA H. സലാം ശസ്ത്രക്രിയയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു മറുപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും ഒക്കെ MLA പറയുന്നുണ്ട്. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ലാബിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സ്കാനിംഗ് നടത്തിയപ്പോൾ ആ പരിശോധനയിലാണ് കത്രിക വയറ്റിലുള്ളതായി കണ്ടെത്തിയത്. ഉഷയെ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കാരണം ഇനി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കേ ഇല്ല എന്നാണ് ഉഷ പറയുന്നത്. നമുക്ക് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അതിനു മുൻപ് ഒരു പ്രതികരണം കൂടി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. അപ്പോൾ ലളിതാംബിക ഡോക്ടറുടെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ചെയ്തതാരാണെന്നും സ്വാഭാവികമായിട്ട് അവിടുത്തെ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് ഏത് ഡോക്ടറാണോ ഈ കുറ്റം കാണിച്ചിട്ടുള്ളത് അവർക്കെതിരായി ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം. അതിനാവശ്യമായ കാര്യം ചെയ്യണമെന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫോണിൽ ആരോഗ്യമന്ത്രി കിട്ടി. മന്ത്രിയോട് നേരിട്ട് ഞാൻ കർശനമായിട്ട് ആ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, MLA H. സലാം പറയുന്നത് ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടു, ഉത്തരവാദികൾക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടു എന്നൊക്കെയാണ്. പക്ഷേ ഈ ഉത്തരവാദികൾക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്ത് നടപടി ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നിലവിലിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ വീട്ടമ്മ നേരിട്ട ഈ ദുരനുഭവം എങ്ങനെ പരിഹരിക്കാനാകുമെന്നാണ് കരുതുന്നത്? രോണി, ഒരു തരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീതിയും ഈ ഉഷയ്ക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അത് ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. 2021 മെയ്യിലാണ് ഇത്തരത്തിൽ ഗർഭാശയ മുഴയെ കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉഷ ചികിത്സ തേടുന്നതും ശസ്ത്രക്രിയ നടക്കുന്നതും. എന്നാൽ ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ 5 വർഷം വേണ്ടി വന്നു വയറ്റിൽ ഈ കത്രിക ഉണ്ട് എന്ന് കണ്ടെത്താൻ പോലും എന്നതാണ് ഏറ്റവും ദയനീയമായ സാഹചര്യം. അത് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധന, ആ സ്കാനിങ് പോലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സാ സംവിധാനത്തിൻ്റെ അവസ്ഥ, സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു, എത്രത്തോളം സാമ്പത്തിക ബാധ്യത അവർക്ക് കൈ വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് തുടർ ചികിത്സയ്ക്കായി ഉഷയെ വീണ്ടും വണ്ടാനത്തെ കൊണ്ടുവരുമ്പോൾ അവിടേക്ക് പോകാൻ ഭയമാണ് എന്ന് ഉഷ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉഷയെ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തുടർ ശസ്ത്രക്രിയയ്ക്കായി മാറ്റിയിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഇന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ ഈ അമ്പലപ്പുഴ MLA തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വീഴ്ച പറ്റിയെന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആർക്ക് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും അതൊരു ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് പഴിചാരി രക്ഷപ്പെടുക, സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമം തന്നെയാവും ഉണ്ടാകുക. എന്നാൽ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും സർക്കാരിൻ്റെ വലിയ വീഴ്ച, ആരോഗ്യ മേഖലയുടെ വലിയ വീഴ്ച തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഉഷ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കായി സമീപിച്ചിട്ടുള്ളതും. എന്തു തന്നെയായാലും ഉഷയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയും വേഗം തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് സമാശ്വസിക്കാം. എന്നാൽ കൃത്യമായ നടപടി ഇനി ആരോഗ്യ വകുപ്പ് ഇല്ലെങ്കിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പിന്നീട് മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടോ, ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാവും ഇനി സൂചിപ്പിക്കുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാനും. എന്തു തന്നെയായാലും ഉഷയെ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇല്ലെങ്കിൽ ഡോക്ടർമാർക്കെതിരെ അടക്കം കർശന നടപടി വേണമെന്ന ആവശ്യമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. രോഹിണി, ശരി. പക്ഷേ സുധീഷ്, നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇടപെടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രഹസനങ്ങളൊക്കെ നടത്തുമെന്നുള്ള കാര്യത്തിൽ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഈ MLA ഒരു പ്രതികരണം? അത് മാത്രമല്ല, ആരോഗ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട് വീഴ്ച സംഭവിച്ചു എന്നുള്ളത്. റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പല പതിവ് പോലെയുള്ള വാചകങ്ങൾ തന്നെയാണ്. പക്ഷേ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ളൊരു വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ സുധീഷ്? കാരണം
5 വർഷം എടുത്തു എന്നുള്ളതാണ്. അതിനിടയിൽ നിരവധി തവണയാണ് ഈ വീട്ടമ്മ ആശുപത്രിയെ സമീപിച്ചത്, തനിക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല. ആദ്യമൊക്കെ സാരമില്ല, ചെറിയ ചില മരുന്നുകൾ, രക്തസ്രാവത്തിന് മരുന്നുകൾ നൽകാം എന്നൊക്കെ പറഞ്ഞ് മരുന്നുകളൊക്കെ നൽകി വിട്ടയച്ചു എന്നാണ്. എന്തായാലും ഗർഭാശയ മുഴ നീക്കം ചെയ്യാനായി പോയ ആ വീട്ടമ്മയുടെ വയറ് കീറി ഒരു കത്രിക കൂടി വെച്ച് തുന്നി ചേർത്തു എന്നേ പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് സുധീഷ്, നമുക്ക് ഇതിന്മേൽ ഒരു തുടർ നടപടി, സുധീഷ് പറഞ്ഞതുപോലെ ആശ്വസിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്ത് നടപടി ഉണ്ടാകും, കർശനമായ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? രോണി, ഇതിൽ കുടുംബം ആവശ്യപ്പെടുന്നത് 2 കാര്യമാണ്. വീഴ്ച വരുത്തിയ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരായ നടപടി, അതോടൊപ്പം തന്നെ ഇത്രയും കാലം സ്വൈര്യമായി ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പോലും പറ്റാത്ത ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് ഉഷയെ എത്തിച്ചത് ഈ വയറ്റിൽ കുടുങ്ങിക്കിടന്ന കത്രികയാണ്. അതുകൊണ്ട് തന്നെ ആ വീഴ്ച വരുത്തിയ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക്, ചികിത്സാ ചിലവുകൾക്ക് അതിന് പ്രായശ്ചിത്തമായി കൃത്യമായ നഷ്ടപരിഹാരം നൽകുക എന്നൊരാവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ നമ്മൾ വ്യക്തമാക്കേണ്ടത്, ഉഷയുടെ ബന്ധുക്കൾ തന്നെ സൂചിപ്പിച്ചത്, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഈ കത്രിക ഉണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ, അതായത് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലെ ആ സ്കാനിംഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കത്രിക ഉണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ ഇത് പുറത്തു പറയരുത് എന്ന ഒരു ആവശ്യമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരടക്കം മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് വഴങ്ങാതെയാണ് ഉഷ ഈ കാര്യങ്ങൾ പുറത്തു പറയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിലവിലുള്ള പല ഡോക്ടർമാരും അന്ന് ഈ 2021 ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതല്ല. അതിനെക്കുറിച്ച് അന്നത്തെ ഫയലുകൾ അടക്കം പരിശോധിക്കണം എന്ന് പറയുന്നു. എന്നാൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നിപ്പോൾ പൊതുവെ ആരോഗ്യ പ്രവർത്തകർ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ അന്ന് ശസ്ത്രക്രിയ നടത്തിയതായി പറയുന്ന ലളിതാംബിക ഡോക്ടറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ വീട്ടിൽ അവർ മാധ്യമങ്ങളെ കാണും എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ കൂടുതൽ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയുക എന്നുള്ള ഒരു തന്ത്രം കൂടിയുണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിന്, അല്ലേ? ഡോക്ടർ വിരമിച്ചു കഴിഞ്ഞു. അല്ല, എന്നാലും അവരുടെ പിഴയായിരുന്നു. ഞങ്ങൾക്കിതിന് ഉത്തരവാദിത്തമില്ല, ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾക്കും മറ്റാർക്കും ഉത്തരവാദിത്തമില്ല എന്ന രീതിയിൽ, അതായത് ആ സമയത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവരുടെ തലയിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടികൾ. അത് തന്നെ ഈ ഒരു ഘട്ടത്തിലും, കാരണം ഈ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആ രീതിയിലേക്ക് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാമല്ലേ? മാത്രമല്ല KP, ഇത് വെളിയിൽ പറയരുതെന്നാണ് ആ വീട്ടമ്മ ആദ്യം പറഞ്ഞ് താക്കീത് ചെയ്തത്. അതെ അതെ. KP അങ്ങനെ തന്നെയാണ്. ഇത് പുറത്ത് അറിയാതെ ഈ പ്രശ്നം ശസ്ത്രക്രിയ, വണ്ടാനത്ത് തന്നെ ഒരു ശസ്ത്രക്രിയയോട് നടത്തി ഈ കത്രിക മാറ്റുക എന്നതായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അതിന് വഴങ്ങാതെ, ഏറ്റവും പ്രധാനമായും ഈ കത്രിക കണ്ടെത്തിയതോടെ വലിയ രീതിയിലുള്ള ഭീതിയിലായിരുന്നു ഈ ഉഷ എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തു തന്നെയായാലും ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന ആവശ്യം തന്നെ നിലനിൽക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെയും ഒപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെയും ലക്ഷ്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. KP, അതെ, 5 വർഷം ആ വീട്ടമ്മ അനുഭവിച്ച വേദനയ്ക്ക് ഉത്തരവാദികൾ ആര് എന്നുള്ളതാണ്. അതിന് മാത്രം മറുപടി ഹർഷിനിയുടെ അതേ അനുഭവം തന്നെയാണല്ലേ. ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേരുകൾ മാറുന്നു, പക്ഷേ അത് കഴിഞ്ഞും ഹർഷിനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു നടപടിയല്ലേ വന്നത്. ഹർഷിനെ പറയുകയുണ്ടായല്ലോ, അതായത് ആരോഗ്യമന്ത്രി തന്നെ കെട്ടിപ്പിടിച്ച് എല്ലാത്തിനും പരിഹാരമുണ്ട്, കൂടെയുണ്ട് എന്നൊക്കെ പറയുന്നു, ഒരു ആശ്വാസമായി തുക നൽകാമെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് തിരിഞ്ഞു ഉണ്ടായിട്ടില്ല, മാത്രമല്ല തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ഇവിടെ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. കാരണം അവരാ ഒരു വിശ്വാസത്തോടെയാണ് അവിടെ പോകുന്നത്. പക്ഷേ ഉള്ള ആരോഗ്യം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പോയവർ രോഗികളായി തിരിച്ചു വരുന്ന ഒരു അവസ്ഥ. വീണ്ടും പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ ആശുപത്രികളും എല്ലാ ഡോക്ടർമാരും. അതിനൊരു ഉദാഹരണമാണല്ലോ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിസ്റ്റ് അന്ന് തുറന്നു പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഞങ്ങൾ നേരിടുന്ന പരിമിതികൾ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്താണ് എന്നുള്ളത് ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അതെ.